മലപ്പുറം തിരൂരിൽ 9 മാസം പ്രായമായി കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. സംഭവത്തിൽ കൂടുതൽ പേർ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കുഞ്ഞിനെ വിറ്റുകിട്ടിയ പണം അമ്മയുടെ പക്കൽ നിന്ന് കണ്ടെത്തി. സമീർ ബിൻ കരീമിലേക്കാണ് വീണ്ടും. സമീർ, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ സംഭവത്തിൽ പോലീസിന് ഇനി വ്യക്തത വരുത്താനുള്ളത്? സമീർ. ഉന്മേഷ്, ഈ 9 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. നിലവിൽ കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും ഉൾപ്പെടെ 5 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മ കീർത്തന, രണ്ടാനച്ഛൻ ശിവ, അതോടൊപ്പം തന്നെ കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി, ഇവർ 3 പേരും എങ്ങനെയാണ് ഈ ഇടനിലക്കാരായ 2 പേരിലേക്ക് കേന്ദ്രീകരിച്ചത്, ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് പോലീസിനുണ്ടായിരിക്കുന്ന സംശയം. ഈ സംശയമാണ് കൂടുതൽ പേർക്ക് അന്വേഷണവുമായി അല്ലെങ്കിൽ കേസുമായി ഈ കുട്ടി കച്ചവടവുമായി ബന്ധമുണ്ടോ എന്നുള്ള ഒരു രീതിയിലേക്ക് പോലീസ് അന്വേഷണം എത്താൻ കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കുഞ്ഞിനെ വിറ്റത് 1.5 ലക്ഷം രൂപക്കാണ്. ഈ പൈസ ഈ കുഞ്ഞിൻ്റെ അമ്മ കീർത്തനയുടെ വീട്ടിൽ നിന്നും പക്കൽ നിന്നും പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കും. ഇന്നലെയാണ് ഈ വാർത്ത 24-ലൂടെ പുറത്തു വരുന്നത്. ഈ തമിഴ്നാട് സ്വദേശികളായ തിരൂരിൽ താമസിക്കുന്ന ഈ കീർത്തനയും ശിവയും ചേർന്നാണ് അവരുടെ ഈ കീർത്തനയുടെ കുഞ്ഞിനെ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി ആദിലക്ഷ്മിക്ക് വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് ഇടനിലക്കാരായി പ്രവർത്തിച്ചത് തമിഴ്നാട് സ്വദേശികളായ പ്രേമലത, അതോടൊപ്പം തന്നെ ഷെന്തിൽ എന്നിവരാണ്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ അയൽവാസികളായി താമസിക്കുന്ന ആളുകൾക്കുണ്ടായ സ്വാഭാവിക സംശയമാണ് ഇത്തരം ഒരു കുറ്റകൃത്യം പുറത്തേക്ക് എത്തിക്കാൻ കാരണമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ അവസരോചിതമായ ഇടപെടലും നടപടിയും ഈ കുഞ്ഞിനെ അതിവേഗത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കുഞ്ഞിപ്പോൾ CWCയുടെ സുരക്ഷിത കേന്ദ്രത്തിൽ കഴിയുകയാണ്. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.